ഞാൻ ഇന്ന് തയ്യാറാക്കിയ അയിലക്കറിയാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. നല്ല ഫ്രഷ് അയില 1/2 കിലോ വാങ്ങിച്ചതാണ്. അതിനകത്ത് കുറച്ച് കുഞ്ഞു ചൂടകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ അതിനകത്ത് നമുക്ക് പുളി വെള്ളത്തിലിട്ട് കുരു കളഞ്ഞ് പിഴിഞ്ഞൊരു പാത്രത്തിലെടുത്ത് വെക്കുക. പിന്നെ അതിനകത്തോട്ട് ചേർക്കാനുള്ള തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ തേങ്ങ ചിരകിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളകിന് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ അധികം ഉപയോഗിക്കാറ്. കാരണം എരിവ് നമുക്കധികം വേണ്ട. അതും പൗഡറും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും കൂടെ ചിരകിയത് വെച്ച് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ചട്ടിക്കകത്തോട്ട് അരിഞ്ഞ് റെഡിയാക്കിയതിനകത്ത് പിന്നെ അരച്ച തേങ്ങ എടുത്തൊഴിക്കുക. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചതും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് കലക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവും. കറിയുടെ കലക്ക് റെഡിയായി. പിന്നെ നമ്മൾ അതിനകത്തോട്ട് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് നമ്മൾ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം മതി മീനൊക്കെ വാരിയിടൽ. ഞാനെന്തായാലും കറി കലക്കിയതിന് ശേഷം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല. അതിലായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വേവൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കറി നല്ലപോലെ വറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റുള്ള കറി കൂട്ടാൻ പറ്റും. പിന്നെ അതിനകത്ത് നമ്മളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല വറ്റണം എന്നുള്ളവർക്ക് നല്ല വറ്റിച്ചെടുക്കാതിരിക്കും നല്ലത്. എനിക്ക് നല്ലപോലെ കുറുകിയ കറിയാണ് ഇഷ്ടം. പിന്നെ ഇപ്പോൾ കുറച്ച് സമയക്കുറവ് കാരണം ഞാൻ വന്നിട്ട് പിന്നെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലപോലെ തിളച്ച് വെന്ത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം വെച്ചിട്ട് പോയി. പിന്നെ നമുക്ക് വറ്റിക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചാൽ മതി. ചൂടയൊക്കെ കഴുകിയത് നല്ലപോലെ അതിനകത്തിട്ട്, ചൂടയ്ക്ക് അധികം വേവില്ല കേട്ടോ. അപ്പോൾ ചൂട് ലാസ്റ്റ് ഇട്ടാൽ മതി. നല്ല ഫ്രഷ് മീൻകറി ആയത് നല്ല ടേസ്റ്റുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ മീൻകറി വെക്കുകയുള്ളൂ. എനിക്കങ്ങനെ മീൻകറി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും മീൻകറി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ഫ്രഷ് കണ്ടാൽ മാത്രം ഞാൻ മേടിച്ച് വെക്കും. പിന്നെ അതിനകത്തുനിന്ന് 4 മീനെടുത്ത് വറുക്കാനും എടുത്തു. അതിന് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് നല്ല പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മസാല വെച്ചെടുത്ത് വെക്കുക. അതിന് ശേഷം നമുക്കത് പാകത്തിന് ഒന്ന് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാക്കുകയാണെങ്കിൽ വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ മസാല അതിൽ പിടിച്ചിട്ടുണ്ടാവും. കണ്ടാൽ നമ്മുടെ കറി നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. തിരക്കുള്ളവരൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. കാരണം അല്ലാതെ നമുക്കിപ്പോൾ അതൊക്കെ എല്ലാം വറ്റിച്ച് എല്ലാം സെറ്റപ്പാക്കി വെച്ചതിന് ശേഷം പോകാനൊന്നും പറ്റില്ല. പിന്നെ അതിനകത്തോട്ട് കുഞ്ഞുള്ളി നല്ലപോലെ അരിഞ്ഞ് നിന്ന് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറഞ്ഞ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ ഉള്ളി അരിഞ്ഞിട്ട്, എന്നാലും പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതേപോലെ താളിച്ച് അതിനകത്തോട്ട് ചേർത്ത് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടും. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. പിന്നെ മുളകിട്ട കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് ചേർക്കുമ്പോൾ വേറൊരു ഫ്ലേവർ വരും. നല്ല ഫ്ലേവറാണ്. ഉലുവയും ചുവന്നുള്ളിയും കൂടെ ഇതേപോലെ താളിച്ച് ചേർക്കണം. അത് പിന്നെ നല്ലൊരു മണമാണ്. ഭയങ്കര നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും കാണുക. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനിതുപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ആ ഒരു അറിവിനെ ഞാൻ ഇതിനകത്ത് ഇട്ടുമെന്ന് മാത്രം. എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള ജനറേഷനിൽ ഇതുപോലെ തേങ്ങ അരച്ച കറിയൊക്കെ വെക്കാൻ കഴിയുന്നത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ യൂട്യൂബിലൊക്കെ അടിച്ചിട്ട് തന്നെ വേണ്ടി വരും. എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ അടിച്ചു നോക്കിയിട്ടാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആശ്രയിക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ അരച്ച് കറി വെച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മസാല വെച്ച് വെച്ചേക്കുന്ന മീനെടുത്ത് വറുക്കുക. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഒരു ചോറിനാനൊരു വിഭവങ്ങളായി. വല്ല അച്ചാറൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ചോറ് വയറ് നിറച്ച് തിന്നുക എല്ലാവരും. മീനും വറുത്ത് ഒന്ന് ചോറിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കുള്ള വിഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ ഞാൻ മസാല തേച്ച് വെച്ച് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തും കൂട്ടി ചോറ് ഞാൻ റെഡിയാക്കാം. ഓക്കെ, ബൈ. ഇഷ്ടമായ ലൈക്ക്.